സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇലക്ഷനിൽ ദേവിക വിജയിച്ചതിന് ശേഷം കേക്കൊക്കെ മുറിച്ച് സന്തോഷം ആഘോഷിക്കുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ പ്രഭാവതി തോറ്റ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഓഫീസിൽ നിന്നും ഇറങ്ങി പോകുന്നതാണ്. പ്രഭാവതിയെ പിന്നെ ആരും കാണുന്നില്ല. നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ CPയോടും ത്യാഗരാജനോടൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. ഇനി പ്രഭാവതിയെ കണ്ടില്ലെങ്കിലും ആരും അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. അവൾ തോറ്റില്ലേ, ഇനി അവൾ ചത്താലും ആർക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എന്തായാലും ഞാൻ അവളെ ഒന്ന് കാണാൻ പോകുന്നുണ്ടെന്ന്. ആ സമയം CP പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവർ എവിടെയെങ്കിലും മാറി നിൽക്കുമായിരിക്കും, കേരളത്തിൽ നിന്ന് തന്നെ അവർ പോയിട്ടുണ്ടാവും നാണക്കേട് കൊണ്ട്. അവൾ എവിടെ പോയാലും അവളെ ഞാൻ കണ്ടുപിടിക്കും, അവളുടെ മുമ്പിൽ എനിക്ക് പോയി നിന്ന് കുറച്ച് സംസാരിക്കാനുണ്ട്, അവളുടെ തല താഴ്ന്നു നിൽക്കണത് എനിക്ക് കാണണം. ഇതേസമയം പാർട്ടി ഓഫീസിലെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ദേവികയാണെങ്കിൽ നേരെ പോകുന്നത് ദേവികയുടെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് ദേവികയെ കണ്ടതും മാധവനും രാധികയും അതുപോലെ ശാരികയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ അവർ ഓടി വന്ന് ദേവികയെ കെട്ടിപ്പിടിച്ചിട്ട് എന്തായാലും മോള് ജയിച്ചല്ലോ, സന്തോഷമായി. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ മോളെ, ഇനിയിപ്പോൾ മോള് പ്രഭാവതിയുടെ അടുത്തേക്ക് എങ്ങനെ ചെല്ലുമെന്ന്. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട് അതിനെന്താ കുഴപ്പം, ഒരു മത്സരം ആകുമ്പോൾ ഒരാൾ ജയിക്കും ഒരാൾ തോക്കും, അതിനിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇതിപ്പോൾ കുടുംബ വഴക്കൊന്നും അല്ലല്ലോ, ഇലക്ഷൻ അല്ലായിരുന്നോ, അതിന് ചേച്ചി പേടിക്കൊന്നും വേണ്ട ചേച്ചിന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അതല്ല ശാരി, ഇനി ഞാൻ അമ്മയുടെ മുമ്പിൽ എങ്ങനെ ചെന്ന് നിൽക്കും, അമ്മയ്ക്ക് ഇതൊരിക്കലും സഹിക്കാൻ പറ്റില്ല, എൻ്റെ അടുത്ത് തോറ്റു എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു നാണക്കേടും അപമാനവും അമ്മയ്ക്ക് ഉണ്ടാവില്ല. എന്തായാലും അമ്മ ഇന്നലെ ഒരുപാട് സങ്കടത്തിലായിരുന്നു, എന്നോട് ഒരുപാട് നേരം അമ്മ സംസാരിച്ചു, അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഇലക്ഷൻ അല്ലേ, എന്നാലും ഞാൻ ഒരിക്കലും അമ്മ തോക്കുമെന്ന് വിചാരിച്ചില്ല, അമ്മ ജയിക്കുന്നത് തന്നെയായിരുന്നു എനിക്കും സന്തോഷം. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട് ചേച്ചി എന്ത് മണ്ടത്തരമൊക്കെയാണ് ചേച്ചി പറയണത്, ഒരു ഇലക്ഷന് മത്സരത്തിൽ ജയിക്കണമെന്ന് തന്നെയല്ലേ എല്ലാവരും ആഗ്രഹിക്കണം, പിന്നെ എന്താ ചേച്ചി ഇങ്ങനെ ആഗ്രഹിക്കണേ. എന്തായാലും ഇപ്പോൾ ചേച്ചി ജയിച്ചല്ലോ, ഇനിയിപ്പോൾ പ്രഫയാൻറ്റി ചേച്ചിയുടെ അടുത്ത് അധികം മല്ലെടുക്കാനൊന്നും വരില്ല, ഭാവിയിലെ MLA അല്ലേ ചേച്ചി, അതുകൊണ്ട് ആ ഒരു ബഹുമാനമൊക്കെ പ്രഫയാൻറ്റി എന്തായാലും തരുമെന്ന്. സമയത്ത് രാധികയാണെങ്കിൽ പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് ശാരികയെ പറയണത്, എന്ത് ബഹുമാനം കൊടുക്കുമെന്നാണ് പറയണേ, അത് നന്ദുവിൻ്റെ അമ്മയല്ലേ, ആ ഒരു സ്ഥാനം വെച്ച് മോളല്ലേ പ്രഭാവതിയെ ബഹുമാനിക്കേണ്ടത്. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട് ഇനിയിപ്പോൾ ചേച്ചി അതൊന്നും ഓർത്ത് ടെൻഷനാവേണ്ട, എന്തായാലും നേരെ ചന്ദ്രോത്തേക്ക് ചെല്ല്. അങ്ങനെ നമ്മളുടെ ദേവികയും നന്ദനും കൂടെ കൂടി പോരാനിറങ്ങുമ്പം ദേവിക നന്ദനോട് പറയുന്നുണ്ട് നന്ദു എന്നാലും എനിക്കൊരു വിഷമം പോലെ, അമ്മ തോറ്റത് അമ്മ എങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പം അതൊന്നും കുഴപ്പമില്ല ദേവി, എന്തായാലും ദേവി മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തതിന് ശേഷമല്ലേ അമ്മ മത്സരിക്കാൻ തയ്യാറായത്, അതുകൊണ്ട് ഇതിൽ ദേവിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, തെറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് അമ്മയുടെ ഭാഗത്താണ്. അതുമാത്രമല്ല അച്ഛൻ ഒരുപാട് പ്രാവശ്യം അമ്മയോട് പറഞ്ഞതാണ് നോമിനേഷൻ പിൻവലിക്കാൻ, അമ്മ അന്നതൊന്നും അനുസരിച്ചില്ലല്ലോ, ഇനിയിപ്പോൾ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം, എന്തായാലും ഇതുമൂലം വീട്ടിലൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് നന്ദും ദേവിയും അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതേസമയം ചന്ദ്രോത്ത് രജനി ഇങ്ങനെ ആകെ ഷോക്കായിരിക്കുകയാണ്. വിജയവാർത്ത അറിഞ്ഞതും നന്ദും അതുപോലെ നമ്മളുടെ ചന്ദ്രമതിയും കൂടി പാർട്ടി ഓഫീസിലേക്ക് പോയി. പക്ഷേ രജനി മാത്രം അവിടെ ഒറ്റപ്പെട്ടിരിക്കുകയായിരുന്നു. രജനി അങ്ങനെ പ്രഭാവതിക്ക് ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും പ്രഭാവതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയണത്. പ്രഭാവതി കുറേ സമയം കഴിഞ്ഞിട്ടും വീട്ടിലോട്ട് വന്നിട്ടുമില്ല. ഇതേസമയം സിദ്ധാർത്ഥനും അതുപോലെ ദേവികയൊക്കെ എല്ലായിടത്തും ഈ ജയിച്ചതിൻ്റെ ആഘോഷത്തിലാണ്. ഇവരാരും പ്രഭാവതിയെ അന്വേഷിക്കണമില്ല. സിദ്ധാർത്ഥൻ പോലും പ്രഭാവതി ഇപ്പോൾ എവിടെയായിരിക്കും എന്നുള്ളൊരു ചിന്ത പോലും സിദ്ധാർത്ഥൻ്റെ മനസ്സിൽ വരുന്നില്ല. അങ്ങനെ കുറേ സമയം നോക്കി നിന്നിട്ടും പ്രഭാവതിയെ കാണാത്തതുകൊണ്ട് രജനി ഫോണെടുത്ത് സിദ്ധാർത്ഥനെ വിളിക്കുന്നുണ്ട്. സിദ്ധാർത്ഥനെ വിളിച്ചപ്പം സിദ്ധാർത്ഥൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. പിന്നീട് രജനി വേഗം തന്നെ ഗിരീഷിനെ വിളിക്കുന്നുണ്ട്. ഗിരീഷൻ രജനിയുടെ കോള് കണ്ടതും രജനിയാണല്ലോ വിളിക്കണേ, ഇനിയിപ്പോൾ മേഡം അങ്ങോട്ട് ചെന്ന് സങ്കടത്തിലായതുകൊണ്ട് വിളിക്കണേ ആയിരിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് രജനി ചോദിക്കുന്നുണ്ട് ഗിരി ഇത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ പാർട്ടി ഓഫീസിലുണ്ട്, അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞില്ലേ, പിന്നെ എന്താ അവിടെ അമ്മയും അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ലല്ലോ, മേഡം പരാജയം അറിഞ്ഞപ്പോൾ തന്നെ ഇവിടുന്ന് പോയായിരുന്നു, എന്നിട്ട് അമ്മ ഇതുവരെയും വീട്ടിലോട്ട് വന്നിട്ടില്ലല്ലോ, ഗിരി ഇത് എന്തൊക്കെയാണ് പറയണേ, അമ്മ പിന്നെ എവിടെ പോയി എന്ന് ചോദിക്കണം. ആ സമയത്ത് ഗിരീഷൻ രജനിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ രജനി പറയണേ, മേഡം ഇവിടുന്ന് പോയിട്ട് എത്രയോ സമയങ്ങളായി, ഇതുവരെ മേഡം വീട്ടിലോട്ട് എത്തിയിട്ടില്ലേ എന്ന് ചോദിക്കണം. ഇല്ല അമ്മ ഇതുവരെ എത്തിയിട്ടില്ല, പിന്നെ മേഡം ഇത് എവിടെ പോയായിരിക്കുമെന്ന് ചോദിക്കുമ്പം രജനി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അമ്മ വിഷമം കൊണ്ട് വല്ല കടുങ്കയും ചെയ്ത് കാണുമോ ഗിരി എന്ന് ചോദിക്കുമ്പം മേഡം അങ്ങനെയൊന്നും ചെയ്യില്ല രജനി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ, മേഡം എന്നാ ചെറിയ കുട്ടിയാണോ, ഇത് ഇലക്ഷനല്ലേ, ഇലക്ഷനിൽ ഒരാൾ തോക്കും ഒരാൾ ജയിക്കും എന്നുള്ളതൊക്കെ മേഡത്തിന് അറിയാവുന്നതല്ലേ,
ആ സമയത്ത് രജനി പറയുന്നുണ്ട്, അതല്ല ഗിരി, അമ്മയ്ക്ക് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു. അമ്മ അത് പല പ്രാവശ്യം ദേവികയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളതോ, അതുകൊണ്ട് തന്നെ തോറ്റു എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ആ ഷോക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ അമ്മ ഇങ്ങോട്ട് വരാതെ എവിടെ പോയി ഗിരിയെന്ന്. ഇതേ സമയം ഗിരീഷിനാണെങ്കിൽ ആകെ ടെൻഷനാവുന്നുണ്ട്. കാരണം പ്രഭാവതി പറഞ്ഞ പല കാര്യങ്ങളും ഗിരീഷിനെ ഓർക്കുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ വിജയം KDF തന്നെയായിരിക്കും, ഞാൻ തന്നെയായിരിക്കും MLA ആവണേന്നൊക്കെ. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ രജനിയെന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഗിരി ഫോൺ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ആ ജയേട്ടനെ കണ്ട് ചോദിക്കുന്നുണ്ട്, ജയേട്ട, പ്രഭാവതി മേഡം വീട്ടിലോട്ട് ചെന്നിട്ടില്ല, മേഡം എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പം, ഇല്ലല്ലോ ഗിരി, റിസൾട്ട് അറിഞ്ഞത് നമ്മളോട് ആരോടും ഒന്നും സംസാരിക്കാണ്ടല്ലേ പ്രഭാവതി ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും മിണ്ടാണ്ടിരുന്നത് പ്രഭാവതിക്ക് ഭയങ്കര വിഷമമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ്. എന്തായാലും അത് VDF സീറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയ വിഷമമൊന്നും തോന്നണില്ല. ഒരിക്കലും ഈ സീറ്റിൽ KDF വിജയിച്ചിട്ടില്ല. പിന്നെ പ്രഭാവതി ആയതുകൊണ്ടാണ് KDF ജയിക്കുമെന്ന് വെറുതെ ആണെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചത്. പിന്നെ പ്രഭാവതി നിന്നതുകൊണ്ട് VDF വോട്ടിൽ കുറവ് വന്നിട്ടുണ്ട്. ഭൂരിപക്ഷം കുറച്ചേ ദേവികയ്ക്ക് കിട്ടിയിട്ടുള്ളൂ. അത് നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ജയേട്ടൻ, ഞാനിപ്പോൾ അതിനെക്കുറിച്ചല്ല സംസാരിക്കണേ. മേഡം വീട്ടിലോട്ട് ചെന്നിട്ടില്ല ഇതുവരെ. മേഡം എവിടെ പോയിന്ന് ആർക്കും അറിയാമില്ല. അപ്പോൾ വിളിച്ചു ചോദിച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ രജനി പല പ്രാവശ്യം മേഡത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. മേഡത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയണേന്ന്. എന്നാൽ ഇനിയിപ്പോൾ പ്രഭാവതി വിഷമം സഹിക്കാൻ പറ്റാണ്ട് എവിടെയെങ്കിലും പോയതായിരിക്കും ഗിരി. അധികം വൈകാതെ തന്നെ പ്രഭാവതി തിരിച്ചു വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ജയേട്ടനെ അങ്ങോട്ട് പോകുന്നുണ്ട്. ജയേട്ടൻ പോയതും ഗിരീഷൻ ഫോണെടുത്ത് സിദ്ധാർത്ഥൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. സിദ്ധാർത്ഥൻ കോൾ കണ്ടതും ഗിരി അല്ല വിളിക്കണേന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ ഗിരി വിളിച്ചതെന്ന് ചോദിക്കുമ്പം, രജനി ഒരുപാട് പ്രാവശ്യം സാറിനെ വിളിച്ചുല്ലോ, സാറെന്താ ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പം, രജനിയുടെ കോൾ ഞാൻ കണ്ടായിരുന്നു, ആ സമയത്ത് ഞാൻ തിരക്കിലായിരുന്നു, അതാ എടുക്കാണ്ടിരുന്നത്. എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം, അത് മേഡം ഇതുവരെയും വീട്ടിലോട്ട് ചെന്നിട്ടില്ല. എന്ത്, പ്രഭ വീട്ടിലോട്ട് ചെന്നിട്ടില്ല എന്നോ? പിന്നെ പ്രഭ ഇതെവിടെ പോയി? അത് ആർക്കും അറിയില്ല. രജനിയും ഞാനും മേഡത്തിൻ്റെ ഫോണിലോട്ട് വിളിച്ചു, ഫോൺ സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയണേന്ന്. ഇത് കേട്ടത് സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. ഇനി പ്രഭ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കാണുമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ അരുന്ധതീനെ ത്യാഗരാജൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആ പ്രഭാവതിയെ കാണാനില്ല. റിസൾട്ട് അറിഞ്ഞിട്ട് പ്രഭാവതി വേഗം തന്നെ ഓഫീസിൽ നിന്ന് പോയിരുന്നു, പക്ഷേ ഇതുവരെയും വീട്ടിലോട്ട് എത്തിയിട്ടില്ല. പ്രഭാവതി ഇനി നാട് വിട്ട് പോയി കാണുമോ മേഡം എന്ന് ചോദിക്കുമ്പം, അവൾ മിക്കവാറും നാട് വിട്ട് പോയി കാണും. എന്തായാലും അവൾ എവിടെ പോയി ഒളിച്ചാലും ഞാൻ അവളുടെ മുന്നിലേക്ക് ചെല്ലും. പരാജയപ്പെട്ട് തലകുനിച്ച് നിൽക്കുന്ന അവളെ എനിക്കൊന്ന് കാണണമെന്ന്. അത് കേട്ടതും ത്യാഗരാജൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവരെ ആരെങ്കിലും അപായപ്പെടുത്തി കാണുമോ മേഡം എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നാണക്കേട് സഹിക്കാൻ പറ്റാണ്ട് അവൾ നാട് വിട്ട് പോയതായിരിക്കും. എന്തായാലും അവളെ എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കുമെന്ന്. ഇതേ സമയം നമ്മളുടെ പ്രഭാവതിനെയാണ് ഋഷിയും കൂട്ടരും തട്ടിക്കൊണ്ട് പോയേക്കാണ്. പ്രഭാവതി പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങണേ ആ ഒരു സമയത്ത് തന്നെ ഋഷി പറഞ്ഞേൽപ്പിച്ച ആ ഒരു ഗുണ്ടകൾ പ്രഭാവതിയെ കാറി കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ആ സമയം പ്രഭാവതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാ, നിങ്ങൾ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകണേന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ വിശദമായിട്ട് പറയാം, എന്തായാലും നിങ്ങളിപ്പോൾ അടങ്ങിയിരിക്കുന്നും പറഞ്ഞ് പ്രഭാവതിയെ എന്തോ ഒരു സാധനം വെച്ച് മണപ്പിച്ച് ബോധം കെടുത്തി കാറിലിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയും സിദ്ധാർത്ഥനും എല്ലാവരും വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് രജനി വന്നിട്ട് സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ, അമ്മ എവിടെ? അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ദേവിക ജയിച്ചല്ലോ, ഇനി എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടുമോ? അമ്മ എവിടെയാണ് പോയത്? അതോ നിങ്ങളെല്ലാവരും ചേർന്ന് അമ്മയെ കൊന്നു കളഞ്ഞോ എന്ന് ചോദിക്കുന്നത്. കേട്ടതും സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. മോളെ നീ എന്തൊക്കെയാണ് ഈ പറയണേന്ന് ചോദിക്കുമ്പം, സ്വന്തം ഭാര്യയുടെ പരാജയമൊന്നും അച്ഛന് വിഷയമല്ല, സ്വന്തം മരുമകൾ ജയിച്ചതിൽ അച്ഛൻ സന്തോഷം കണ്ടെത്തണ. അതുമാത്രമല്ല, അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് പോലും അച്ഛൻ ഓർത്തിട്ടില്ല. അതുകൊണ്ടല്ലേ അച്ഛൻ ഇതുവരെ അമ്മയെക്കുറിച്ച് തിരക്കാതെ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് നടന്നതെന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചത് പ്രഭ നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടാവുന്ന, ഇവിടെ വന്നിട്ട് പ്രഭയെ കണ്ട് സമാധാനിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. എന്തായാലും പ്രഭ എവിടെയാണെന്ന് ഞാൻ അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞ് വേഗം തന്നെ ഫോണെടുത്ത് ഗിരിക്ക് വിളിക്കുന്നുണ്ട്. ഫോണെടുത്തതും ഗിരി സിദ്ധാർത്ഥനോട്, എന്തായി സാർ, മേഡത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോയെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഗിരി വിളിച്ചു ചോദിച്ചില്ലേ പ്രഭ എവിടെ പോയതാന്ന് ചോദിക്കുമ്പം, എനിക്കൊന്നും അറിയില്ല സാർ, ഞാൻ വിളിച്ചു, പക്ഷേ മേഡത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്. പല പ്രാവശ്യം ഞങ്ങൾ വിളിച്ചു നോക്കി, മേഡത്തെക്കുറിച്ച് ഒരറിവുമില്ല. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഗിരി പോലീസിലെ അറിയിക്കണം, പ്രഭയെ ഇനി അന്നത്തെ കൂട്ട് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണെന്ന് അറിയില്ലല്ലോ എന്ന് പറയണം. ആ സമയം ഗിരി പറയുന്നുണ്ട്, അതും ശരിയാ സാർ, ഇനിയിപ്പോൾ മേഡം മാറി നിൽക്കണതാണെന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കുമ്പം തട്ടി കൊണ്ടുപോയി വെക്കണവർക്ക് അതൊരു സൗകര്യമാവും. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് പോലീസിൽ വിവരം അറിയിക്കാമെന്ന്.
ഇതേസമയം രജനിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ കിടന്ന് കരയുന്നുണ്ട്. ദേവികയാണെങ്കിൽ അതിലും വലിയ സങ്കടത്തിലാണ്. കാരണം ദേവിക കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ളൊരു വിഷമം ദേവികയ്ക്കുണ്ട്. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, നീ എന്തിനാ ദേവി ഇങ്ങനെ വിഷമിക്കണേ? നീ കാരണമല്ലല്ലോ അമ്മയ്ക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചത്. അമ്മയെ തോപ്പിച്ചത് നീയല്ലല്ലോ, ജനങ്ങളല്ലേ. അതിന് നീ സങ്കടപ്പെടണേ എന്തിനാ? എന്നാലും അമ്മ ഇതെവിടെ പോയിരിക്കുമോ നന്ദു? അമ്മയെ കാണാഞ്ഞിട്ട് എനിക്കൊരു മനസ്സമാധാനമില്ല. ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഇപ്പം എന്തായി എന്നൊക്കെ ചോദിച്ച് ദേവിക എണ്ണി പറക്കുന്നുണ്ട്. പിന്നീട് ദേവികയുടെ ഫോൺ ബെല്ലടിച്ചതും ദേവിക ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിളിക്കുന്നത് VDF-ൻ്റെ ഒരു നേതാവാണ്. എന്നിട്ട് ദേവിക ചോദിക്കുന്നുണ്ട്, അമ്മയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ സാർ? ആ സമയത്ത് വിളിച്ചയാൾ എന്തോ ഒരു കാര്യം ദേവികയോട് പറയുന്നുണ്ട്. അത് കേട്ടതും ദേവികയാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.